ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ലോക റെക്കോർഡ് ജേതാവായ സൈക്കിൾ സഞ്ചാരി അഷ്റഫിന്റെ മരണത്തിൽ ദുരൂഹത. ശാസ്ത്രീയമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം DGPക്ക് പരാതി നൽകി. വടക്കാഞ്ചേരി പത്താംകല്ല് സ്വദേശിയായ അഷ്റഫിനെ കഴിഞ്ഞ ജനുവരി 16-നാണ് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഓവുചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഉന്നതതല ശാസ്ത്രീയ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അഷ്റഫിന്റെ സഹോദരി ഫാത്തിമ സുഹറ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് മരണത്തിൽ വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. തലക്കേറ്റ ഗുരുതരമായ ആഘാതമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച ഇത്തരമൊരു പരിക്കിന് കാരണമാകില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. തലയോട്ടിയിലെ ഒടിവുകളും കഴുത്തിലെ അസ്ഥികൾക്കേറ്റ ക്ഷതങ്ങളും ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണമാകാൻ സാധ്യതയുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. അഷ്റഫിന്റെ മൊബൈൽ ഫോണിനോ കണ്ണടയ്ക്കോ യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലാത്തതും മൃതദേഹം മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന സംശയം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അവസാന ദിവസങ്ങളിൽ അഷ്റഫിന് വാട്സപ്പിലൂടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നു. ചലനശേഷി കുറഞ്ഞ വലതുകാലുമായി സൈക്കിളിൽ കാശ്മീർ കീഴടക്കി ലോക റെക്കോർഡ് സ്ഥാപിച്ച താരമാണ് അഷ്റഫ്. മികച്ച കായിക സംഘാടകൻ കൂടിയായ അഷ്റഫിന്റെ നീതിക്കായി നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് CCV.